നിലമ്പൂരിലെ കരുളായിൽ നിന്ന് 20 കിലോമീറ്റർ പാറക്കെട്ടുകളും പുഴകളും താണ്ടി കൊടും കാട്ടിലൂടെ ചോലനായ്ക്കർ വിഭാഗക്കാരെ സന്ദർശിക്കാനെത്തി പ്രിയങ്ക ഗാന്ധി എം പി. പ്രിയങ്ക ഗാന്ധിക്ക് പ്രയാസകരമായ യാത്രയായിരുന്നു അത്. ആ യാത്രയുടെ ലക്ഷ്യം ഏഷ്യയിലെ ഏക ഗുഹാവാസികളായ ചോലനായ്ക്കരെ കാണുക എന്നുള്ളതായിരുന്നു. അവരുടെ സാന്നിധ്യം കാട്ടിനകത്തെ ആ ഗോത്രവിഭാഗത്തിന് പുതിയൊരു അനുഭവമായി. ചോലനായ്ക്കരുടെ വീടുകൾ ഗുഹകളും പാറക്കെട്ടുകളുമാണ്. വേട്ടയും ചെറിയ കൃഷിയും ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം. പുറം ലോകവുമായി വളരെ കുറച്ച് ബന്ധം മാത്രമാണ് ഇവർ പുലർത്തുന്നത്. അവരുടെ ജീവിതം നേരിൽ കണ്ടപ്പോൾ പ്രിയങ്ക ഗാന്ധി കേട്ടത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ അതിജീവനത്തിൻ്റെ കഥകളുമായിരുന്നു. ഗുഹകളിൽ നിന്നും കാട്ടിൽ നിന്നും പുറം ലോകത്തെത്താൻ അവരുടെ മുന്നിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ തുറന്നു പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവായി മാത്രമല്ല, മനുഷ്യനായി അവരെ കേൾക്കാൻ എത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഗോത്രവിഭാഗത്തിൻ്റെ നിലനിൽപ്പിനെയും അവരുടെ സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന സന്ദേശം അവരുടെ സന്ദർശനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര ഒരു ഗോത്ര ജീവിതത്തെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുമായുള്ള ആത്മീയ ഐക്യദാർഢ്യത്തിൻ്റെ ഉദാഹരണവുമാണ്. നടക്കട്ടെ, അല്ലെങ്കിൽ ഒതുങ്ങിയ കാലം ഇതുവരെ ശരിയായിട്ടില്ലേ. ഒന്നും മാറി ഈ പടക്കത്തില്ല, സ്റ്റെപ്പ് കറക്റ്റായിട്ട് വെക്കുന്നു. Hello.